വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് സ്റ്റീലാണ് നോക്കുന്നത്. ബോട്ടണിയിലെ ഒരു സസ്യത്തിൻ്റെ വേരിലോ തണ്ടിലോ കാണപ്പെടുന്ന വാസ്കുലാർ ടിഷ്യൂ, അതായത് സൈലം ഫ്ലോയം ഉൾക്കൊള്ളുന്ന കേന്ദ്രഭാഗത്തെയാണ് സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ഇനി വാൻ ടീഗം ഡൗലിയറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളാണ് 1886 സ്റ്റീലാർ തിയറി മുന്നോട്ട് വെച്ചത്. ഇതനുസരിച്ച് ഒരു സസ്യത്തിൻ്റെ ശരീരത്തെ പ്രധാനമായും 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് കോർട്ടെക്സും മറ്റേത് സ്റ്റീലുമാണ്. ഇനി ഇവയെ വേർതിരിക്കുന്നത് ആരാണ്? എൻഡോഡെർമിസ് ആണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ എവല്യൂഷൻ്റെ ക്രമം അനുസരിച്ചിട്ട് സ്റ്റീലുകളെ വിവിധ തരത്തിൽ തിരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോട്ടോസ്റ്റീലാണ്. പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു രൂപമാണ്. ഇതിൽ കേന്ദ്രത്തിൽ പിത്ത് കാണപ്പെടുന്നില്ല. വാസ്കുലർ ടിഷ്യൂ ഒരു കട്ടിയുള്ള കാമ്പായിരിക്കും. പ്രോട്ടോസ്റ്റീലിൽ തന്നെ വിവിധ ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഹാപ്ലോസ്റ്റീലാണ്. സൈലം ഒരു മധ്യഭാഗത്തായിരിക്കും. അതിന് ചുറ്റും ഫ്ലോയം കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈനിയാണ് ഹാപ്ലോസ്റ്റീലിൻ്റെ. ഇനി ആക്റ്റിനോസ്റ്റീൽ എന്ന് പറയുന്നത് സൈലം നക്ഷത്ര ആകൃതിയിലായിരിക്കും ഉണ്ടാവുക. ലൈക്കോപോഡിയാണ് ആക്റ്റിനോസ്റ്റീലിൻ്റെ എക്സാമ്പിൾ. പിന്നെ വരുന്നത് പ്ലെക്ടോസ്റ്റീലാണ്. പ്ലെക്ടോസ്റ്റീലിൽ സൈലം പല ലേയേഴ്സായിട്ട്, പാളികളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കും ഇവിടെ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലൈക്കോപോഡിയം ക്ലേവേറ്റ് ആണ്. പിന്നെ വരുന്നത് മിക്സഡ് ആയിട്ടുള്ള പ്രോട്ടോസ്റ്റീലാണ്. ഫ്ലോയം ഗ്രൂപ്പ്സിൻ്റെ ഇടയിലായിട്ട് സൈലം സ്കാറ്റർ ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോട്ടോസ്റ്റീലിൽ വരുന്ന ഭാഗങ്ങൾ. ഒന്നുകൂടി പറയാം. ഹാപ്ലോസ്റ്റീൽ, ആക്റ്റിനോസ്റ്റീൽ, പ്ലെക്ടോസ്റ്റീൽ, മിക്സഡ് പ്രോട്ടോസ്റ്റീൽ. ഹാപ്ലോസ്റ്റീൽ എന്ന് പറയുമ്പോൾ സൈലത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഫ്ലോയം ഉണ്ടായിരിക്കും. റൈനിയാണ് എക്സാമ്പിൾ. ഇത് വളരെ പ്രിമിറ്റീവായതാണ്. ആക്റ്റിനോസ്റ്റീൽ നക്ഷത്രാകൃതിയിൽ കാണുന്നത്. പ്ലെക്ടോസ്റ്റീൽ എന്ന് പറയുന്നത് സൈലം ബ്രോക്കൺ ചെയ്തിട്ട് പാരലൽ പ്ലേറ്റ്സുകളായിട്ട് മാറിയിട്ടുണ്ടാവും. ആക്റ്റിനോസ്റ്റീലും പ്ലെക്ടോസ്റ്റീലും കാണുന്നത് ലൈക്കോപോഡിയത്തിലാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞൊരു മിക്സഡ് പ്രോട്ടോസ്റ്റീലും ലൈക്കോപോഡിയത്തിൽ തന്നെയാണ് കാണുന്നത്. ഇനി ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് സൈഫണോസ്റ്റീൽ എന്ന് പറയുന്നത്. പ്രോട്ടോസ്റ്റീലിൻ്റെ മധ്യഭാഗത്താണ് പിത്ത് കാണപ്പെടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള പ്രോട്ടോസ്റ്റീലിൽ എന്തുണ്ടായിരുന്നില്ല? പിത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. ഇനി ഇതിലെ ആദ്യത്തെ എന്ന് പറയുന്നത് എക്ടോഫ്ലോയിക് ആണ്. സൈലത്തിന് പുറത്ത് മാത്രമാണ് ഫ്ലോയം കാണപ്പെടുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇക്യുസൈറ്റ് ആണ്. അപ്പോൾ ഇക്യുസൈറ്റും കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് മനസ്സിലായി. ഇക്യുസൈറ്റത്തിലാണ് കാരിനൽ കനാലും വാലിക്കുലാർ കനാൽസും കാണുന്നത്. അത് എടുത്ത് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ആംഫിഫ്ലോയിക് സൈഫണോസ്റ്റീലാണ് പിന്നെ വരുന്നത്. സോളിനോസ്റ്റീൽ എന്നതിന് പറയും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സൈലത്തിന് ഉള്ളിലും പുറത്തും ഫ്ലോയം കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ മാൾസീലിയാണ്. ഇനി വരുന്നത് ഡിക്റ്റിയോസ്റ്റീലാണ്. ഇലകൾ ഉണ്ടാകുന്ന ഇടങ്ങളിലൊക്കെ, അതായത് ലീഫ് ഗ്യാപ്സ്, വാസ്കുലാർ സിലിണ്ടർ വിഭജിക്കപ്പെട്ട് ചെറിയ ഭാഗങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ മെറിസ്റ്റീൽ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഡിക്റ്റിയോസ്റ്റീൽ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സൈഫണോസ്റ്റീലാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇലകൾ ഉണ്ടാകുന്ന ഇടങ്ങളിലൊക്കെ വാസ്കുലർ സിലിണ്ടർ വിഭജിക്കപ്പെടുന്നുണ്ട്, എന്നിട്ട് ചെറിയ ഭാഗങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? മെറിസ്റ്റീൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ഡ്രയോപ്റ്ററിസ് ആണ് വരുന്നത്. ഡിക്റ്റിയോസ്റ്റീൽ, ഡ്രയോപ്റ്ററിസ്, ഡി അങ്ങനെ ഓർത്ത് വയ്ക്കുക. പിന്നെ യൂസ്റ്റീലും അറ്റാക്ടോസ്റ്റീലും ആണ് വരുന്നത്. യൂസ്റ്റീലും അറ്റാക്ടോസ്റ്റീലും ഹയർ പ്ലാന്റ്സിലാണ് കാണുന്നത്. യൂസ്റ്റീൽ എന്ന് പറയുന്നത് എന്താ? വാസ്കുലർ ബണ്ടിൽ ഒരു വട്ടത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ സ്റ്റീലാർ റീജിയൻ കാണുന്നതെന്ന്. ഇനി ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് ഇത് കാണുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അറ്റാക്ടോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്കുലർ ബണ്ടിലുകൾ ചെതറിക്കിടക്കുന്ന അവസ്ഥ, സ്കാറ്റേർലി അറേഞ്ച്ഡ്. അത് മോണോക്കോട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ. ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോക്കോട്ട് സ്റ്റെമ്മും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, സ്കാറ്റേർലി അറേഞ്ച്ഡ് മോണോക്കോട്ടിലും ബ്രോക്കൺ റിംഗ് ആയിട്ട് കാണുന്നത് ഡൈക്കോട്ടിലുമാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. +1 നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത് അല്ലേ. ഇനി പോളിസ്റ്റീലാണ് പിന്നെ വരുന്നത്. ഒരൊറ്റ തണ്ടിൽ തന്നെ പല സ്റ്റീലുകൾ കാണപ്പെടുന്ന അവസ്ഥ. ഇതിൻ്റെ എക്സാമ്പിൾ സെലാജിനല്ലയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊന്നും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. എക്സാമ്പിളുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.